ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. സോ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ എന്തൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഇന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഗോൾഡ്, BTC ആൻഡ് USD ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗോൾഡിലുള്ള നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, എവിടെ നിന്നൊക്കെ ബൈ എടുക്കുക എന്നുള്ള കാര്യങ്ങളും ഞാൻ കൺഫേം ചെയ്ത എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, BTC നോക്കാം. BTCയുടെ വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് വീക്ക് ഞാൻ ചാനലിലും അതുപോലെ തന്നെ കഴിഞ്ഞ അനലൈസിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടാർഗറ്റ് ലെവലുണ്ട്. അപ്പോൾ ആ ഒരു ബൈയിങ് എൻട്രി ഞാൻ ഓൾറെഡി ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബൈ എൻട്രി വന്നിട്ടുള്ളത്. ഞാൻ ടെലിഗ്രാം ചാനലൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ എൻട്രി. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് പോയി നമ്മൾ ടാർഗറ്റ് ലെവൽ എത്താറായിട്ടുണ്ട്. പക്ഷേ ഞാൻ എക്സിറ്റ് ആയിട്ടില്ല മാർക്കറ്റിൽ നിന്ന്. സ്റ്റിൽ ഈ ട്രേഡ് ഞാൻ ഹോൾഡിംഗ് ആണ്. ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് ഈ ഒരു ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ കുറച്ച് ഡൗൺ സൈഡ് വന്ന് കറക്റ്റ് ഒരു ലെവൽ വന്നിട്ട് എന്ത് ഇനിയിപ്പോൾ ഇത് ബുള്ളിഷ് പോകാനുള്ള ചാൻസാണ് ഞാൻ കാണുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ. എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ബുള്ളിഷ് പോകാനുള്ള ചാൻസാണുള്ളത്. സോ എൻ്റെ എൻട്രി ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ സ്റ്റിൽ ഇത്ര പ്രോഫിറ്റിൽ ഞാനിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഞാൻ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഉള്ളത്. ഓക്കെ, ഈ ലെവൽ കഴിഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ ഞാൻ മാർക്കറ്റിന് എക്സിറ്റ് ആവും. ഈ പ്രോഫിറ്റ് ഞാൻ എന്തെങ്കിലും ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ BTCയുടെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ കാണാനായിട്ട് പറ്റും. എൻ്റെ റിവ്യൂ പറഞ്ഞാൽ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസാണ് കാണാൻ. അത്യാവശ്യം ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉണ്ട്. BTC ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി എടുത്തിട്ടുള്ളത്. സോ എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഈ TP ഞാൻ ക്ലോസ് ചെയ്യും. ദെൻ പിന്നെ ഒരു അങ്ങനെ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ വീണ്ടും എൻട്രി എടുക്കാനുള്ള പ്ലാൻ ഉള്ളത്. അപ്പോൾ സോ BTC നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലാണുള്ളത്. നമുക്ക് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഈ ലെവലിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ചിലപ്പം ഇവിടെ നിന്ന് ഒരു റണ്ണിങ് നടത്തിയിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബുള്ളിഷ് പോകാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഇനി അഥവാ ബ്രേക്ക് ആയിട്ട് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിന് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ BTCയിലുള്ള എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേര് ട്രേഡ് എടുത്തവർ ഇപ്പോഴും ഹോൾഡിംഗ് ഉണ്ട്. സ്പോട്ടിൽ ബൈ എടുത്തവരുണ്ട്, അതുപോലെ ഫ്യൂച്ചേഴ്സ് ഫോറക്സിൽ ബൈ എടുത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും SL കീപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ പലരുടെയും പ്രോഫിറ്റിലുള്ളത് ഈ ലെവൽ. ഓക്കെ, ഒരു 95,000 താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ഈ പ്രോഫിറ്റ് നമ്മൾ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്നതായിരിക്കും. അതാണ് ഒരു BTCയുടെ വ്യൂ. ടോട്ടലി മാർക്കറ്റ് ബുള്ളിഷാണുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, ഗോൾഡ് നോക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ്, എനിക്കറിയാം. സോ ഗോൾഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ബുള്ളിഷ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് 32.40 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ബൈ ഇവിടെ നിന്ന് ഒരു ബൈ കൺഫർമേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ബൈ എടുത്തിട്ടു ഇവിടെ ഈ ലെവലല്ല, ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നമ്മളെന്ത് മാർക്കറ്റ് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ സെല്ല് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീക്കിൽ ഈ സെല്ല് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളത് സ്കിപ്പായി. കാരണം വെച്ചാൽ വെള്ളിയാഴ്ച ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഈ ഒരു ഒറ്റ എൻട്രിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയി. സോ നമുക്ക് ചാനലും കാണലൊക്കെ ഉണ്ട്. ടെലിഗ്രാം ചാനലൊക്കെ എന്ത് താഴത്തെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ഫ്രീ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഞാൻ മാർക്കറ്റിനെ കാണുന്നത്, ഗോൾഡിനെ കാണുന്നത് ബുള്ളിഷ് ട്രെൻഡാണ്. ഓക്കെ, മാർക്കറ്റ് ബുള്ളിഷ് പോകാനുള്ള ചാൻസാണ് ഹൈ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്കറിയാം ഡെയിലി ക്യാൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡെയിലി ക്യാൻഡിൽസ് ആ ഒരു ദിവസം സെല്ലിങ് വന്നു. ഓക്കെ, മാർക്കറ്റ് അത്യാവശ്യം സെല്ലിങ് വന്നിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഓക്കെ, നോക്കി കാണാനായിട്ട് പറ്റും, സൂക്ഷിച്ച് നോക്കി കാണാനായിട്ട് പറ്റും, ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. സോ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്ത് തരാം നെക്സ്റ്റ് എൻട്രി. അല്ലാത്ത പക്ഷേ മാർക്കറ്റ് ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉള്ള. അപ്പോൾ ഞാൻ എൻട്രി ഞാൻ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുതരാം, സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ മാർക്കറ്റ് ഇപ്പോൾ നാളെ ഓപ്പൺ ആയിട്ട് 4 ഹവറിൽ നോക്കാം. ഈ ലെവലൊക്കെയാണ് SL വേണ്ടത്. ഞാൻ 1 ഹവറിൽ SL സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ബൈയിങ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ ലെവൽ ഒരു ബൈയിങ് കൺഫർമേഷൻ. ഓക്കെ, ഈ ലെവൽ ബൈയിങ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് ബൈ ട്രെൻഡ് ആണുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് എന്താ പറയുക, ഈ ലെവൽ ഇവിടെ നിന്നൊക്കെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ഇതിന് താഴത്ത് ഓപ്പൺ ആവുകയാണെങ്കിൽ പിന്നെ ബൈ എൻട്രി നോക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഡൗൺ സൈഡൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഈ ലൈന് താഴത്തായിട്ട്. ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലെവൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതായത് SL വെച്ചിട്ട് എന്ത് ചെയ്യുക, ബൈ എൻട്രി എടുക്കാൻ. ടാർഗറ്റ് ലെവൽ മിനിമം എന്തായാലും ഈ ലെവൽ കിട്ടും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഈ ലെവൽക്കൊക്കെ വരികയാണ് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് എൻട്രി എടുക്കാം. ഓക്കെ, സോ പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും, ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ആ റിസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഈ റിസ്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക.
അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എൻട്രി എടുക്കുമ്പോൾ ഈ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ലോഡ് സൈസ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുക എന്ത് ചെയ്യുക, ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്രേഡ് ഓപ്പൺ ആക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് എൻട്രി എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരണുണ്ടോ, സ്റ്റോപ്പ് ലോസ് മിനിമം 24 താഴത്താണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അതും ബ്രേക്ക് ഔട്ട് വരണം, 1 hour ടൈം ഫ്രെയിമാണ്. ബ്രേക്ക് ഔട്ട് ഒന്ന് നിങ്ങൾക്ക് എന്ത് എക്സിറ്റ് ആവാം. ഓക്കെ, ഇവിടെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുക എന്ത് ചെയ്യുക, ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, ടാർഗറ്റ് ലെവൽ മിനിമം എന്തായാലും നമുക്ക് 65 ഈ ലെവൽ എന്തായാലും കിട്ടും. ഓക്കെ, ഇതിന് എബോ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ബൈ എൻട്രി എടുത്തിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന് എബോ പോയിട്ട് ഈ ലെവലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ചാനൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ USD നോക്കാം. USD ലെവൽ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഗോൾഡാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ ട്രേഡ്സും ഗോൾഡിലാണ് ഞാൻ എടുക്കുന്ന, പ്രോഫിറ്റ് മൊത്തം ഗോൾഡിലാണ് മെയിനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഒരു സ്വിംഗ് ട്രേഡ് പോലെ എന്ത് ചെയ്യും, ഞാൻ കറൻസി ബേസിലൊക്കെ എടുക്കാറുണ്ട്. കറൻസിയിൽ ഞാൻ സ്കാൽപ്പിംഗ് പോലത്തെ ട്രേഡ്സ് എടുക്കാറില്ല, കാരണം ചിലത് ഇങ്ങനെ വോളിയം കുറവായിട്ട്, ഇപ്പോൾ ഗോൾഡിനെ വെച്ച് നോക്കുമ്പോൾ വോളിയം കുറവായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. നമ്മൾ USD നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സെല്ലിങ്ങിലോട്ടാണ് എനിക്കൊരു കാണുന്നത്, മാർക്കറ്റിനെ സെല്ലിങ്ങിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ ഞാൻ ലൈൻ ചെയ്ത് കാണിച്ചിടാം. ഈ ലെവൽ വേണ്ട. ഓക്കെ, ഈ ലെവലിലേക്ക് വരികയാണെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബൈ എൻട്രി എടുക്കാം. കാരണം ഇവിടെ ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്, സെല്ലിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ സെൽ എൻട്രി എടുക്കാം. നിങ്ങൾക്ക് SL കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇവിടേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ നമ്മൾ ഗോൾഡാണ് ഫോക്കസ് ചെയ്ത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രി കഴിഞ്ഞ ആഴ്ച തന്നിട്ടുണ്ടായിരുന്നു കറൻസി ബയേഴ്സിൻ്റെ, പക്ഷെ അതും കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ എൻട്രി എന്ത് ചെയ്യാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ടോട്ടലി ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിങ്ങിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അതെൻ്റെ ഒരു വ്യൂ ആണ്. ഇത് ഏത് എൻട്രി ആയാലും ഏത് അനലൈസ് ആയാലും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ളൊരു വ്യൂ ആണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നോക്കിയിട്ട് കൺഫർമേഷൻ വരുത്തിയിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ എൻട്രി എടുക്കുക. ബ്ലൈൻഡ്ലി പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് പോലെ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ എൻട്രീസ് ആണെങ്കിൽ എന്ത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, കംപ്ലീറ്റ് ഫ്രീ ആണ്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ ഇന്ന് ഗോൾഡ്, BTC, USD മാത്രം പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കറൻസി പെയർസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ നേരിക്കും. ഏതെങ്കിലും പെയർ ഇപ്പം എതേറിയം വേണ്ടവരുണ്ടാവും, സോൾ അങ്ങനെ ക്രിപ്റ്റോയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ അനലൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.